സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത്. അങ്ങനെ നാളത്തെ വിശേഷത്തില് അച്ചുവും ശ്രീഹരിയും കൂടെ ലക്ഷ്മിയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്. അങ്ങനെ അച്ഛന് വേണ്ടിയിട്ട് ലക്ഷ്മി ഇലയുടെ ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെയുണ്ട്. അച്ഛന് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയൊന്നും പ്രതീക്ഷയൊന്നുമല്ല അച്ചു വന്നത്. അച്ഛന്റെ വിചാരം എന്താ, ലക്ഷ്മി അമ്മ തന്റെ സേതുവേണ്ട തട്ടിയെടുക്കാൻ ഒരുങ്ങുന്ന ഒരു സ്ത്രീയാണ്, തന്റെ ഏട്ടനെ തട്ടിയെടുക്കുന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു. പക്ഷേ എങ്കില് ലക്ഷ്മി അമ്മയുടെ അടുത്ത് ഇടപെടി കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി അച്ചുവിന്. ഒരിക്കലും സേതുവേണ്ടനെ തട്ടിയെടുക്കാനായിട്ട് ഇവർ ശ്രമിക്കില്ല. അത്രയ്ക്ക് പാവം ഒരു അമ്മയാന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ കുറെ സമയം കഴിഞ്ഞ് അവരങ്ങനെ സംസാരിക്കണ സമയത്ത് അച്ചുവിനോട് സേതു ചോദിച്ചു, അച്ചു നിന്റെ സംശയങ്ങളൊക്കെ മാറിയോന്ന് ചോദിക്കുക. അപ്പോഴേക്കും ലക്ഷ്മി ചോദിച്ചു, എന്താ മോനെ, എന്താ അച്ഛൻ എന്താ സംശയം? അത് പിന്നെ അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു അമ്മേനെ. പേടി എന്തിന്? അല്ല എന്നെ എങ്ങാനും എനിക്ക് തട്ടിയെടുക്കുമെന്നോ? തട്ടിയെടുക്കാനോ? അതെ, കാരണം അവിടെ ഞാനല്ലേ അവരുടെയൊക്കെ ആങ്ങളയായിട്ടുള്ളൂ. പൊന്നുമടത്തിലെ ഒരേ ഒരു ആൺതരിയല്ല ഞാൻ. അപ്പൊ അവർക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇനിയിപ്പം അമ്മയുടെ കൂടെ ഞാൻ അങ്ങോട്ട് കൂടുവോ, അവരെയൊക്കെ വേണ്ടെന്ന് വെക്കുമെന്നുള്ളേ. അത് കേട്ടപ്പോൾ ലക്ഷ്മിയെ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ ചിന്തിക്ക് പോലും വേണ്ട മോളെന്ന് പറഞ്ഞ് അച്ഛനെ ചേർത്ത് പിടിച്ചു. മോൾ ആ കാര്യം ഒന്നും ഓർത്ത് പേടിക്കണ്ട. അതെ, ഇവനെന്നും നിങ്ങളുടെ സഹോദരൻ തന്നെയായിരിക്കും, അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഞാൻ ഒരിക്കലും ഇവനെ അങ്ങനെ കൈയടക്കി വെക്കത്തുമില്ല. എനിക്കറിയാം നിങ്ങളുടെ മനസ്സെന്താന്ന്, എനിക്ക് നന്നായിട്ട് അറിയാൻ സാധിക്കുമെന്ന് പറയണം. പിന്നെ എനിക്കൊരാപത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ മകനെ ഉണ്ടായിരുന്നുള്ളൂ എന്നെ ഓടി വന്ന് ശുശ്രൂഷിക്കാനും നോക്കാനും ഒക്കെ. ഈ ജന്മം ആ കടം എനിക്ക് വീട്ടാൻ സാധിക്കില്ല എന്നാ തോന്നേ. അപ്പോഴേക്ക് സേതു പറഞ്ഞു, അമ്മ എന്ത് വർത്താനേ പറയണേ? അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? ഞാൻ അമ്മയുടെ മോനല്ലേ, എന്നോട് നന്ദി വാക്ക് പറയേണ്ട കാര്യമൊന്നുമില്ല. ഇല്ല എന്നാലും പക്ഷെ അതങ്ങനെയല്ലോടാ. ആവുന്ന കാലത്ത് ഞാൻ നിന്നെ നോക്കിയിട്ടില്ല, എന്നിട്ട് ഈ സമയത്ത് നീ വേണ്ടി വന്നു എന്നെ നോക്കാനായിട്ട്. ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തു തന്നിട്ടില്ല. അത് കേട്ടപ്പോൾ സേതു പറഞ്ഞു, വേണ്ടമ്മേ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല. എന്നെങ്കിലും ഒരു ദിവസം അമ്മ എൻ്റെ അടുത്തേക്ക് വരും. ഒരു അമ്മയുടെ പെറ്റമ്മയുടെ സ്നേഹം അനുഭവിച്ചറിയണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ 2-3 ദിവസത്തിനുള്ളിൽ തന്നെ അമ്മ അത് വേണ്ടുവോളം എനിക്ക് തന്നിട്ടുണ്ട്. എങ്ങനെ അമ്മയോട് നന്ദി പറയണമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ സമയം കൂടെ സംസാരിച്ചിരുന്നതിനൊക്കെ ശേഷമാണ് അച്ചുവും ശ്രീഹരിയും കൂടെ പോന്നേ. സേതുവിന് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം സേതു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആണെന്ന് അത് അത്ര പൊന്നുപോലെയായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. ആ ഒരു കാര്യത്തില് പല്ലവിക്ക് സംശയമില്ലായിരുന്നു. കാരണം ഇത്രയും നാളും കൊടുക്കേണ്ടിരുന്ന സ്നേഹം അതിപ്പോ ഒരു കടലോളമായിട്ട് ലക്ഷ്മിയമ്മ കൊടുക്കുന്നുണ്ടായിരുന്നു സേതുവിന്. പക്ഷെ ഈ സമയത്ത് വേണുഗോപാൽ എന്ത് ചെയ്തു, കുറച്ച് കൊട്ടേഷ് സംഘത്തിന് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് സേതുവിനെ വകവരുത്താനായിട്ട് തീരുമാനിക്കുന്നുണ്ട്. സേതുവിനോട്ട് പണി കൊടുക്കണം, അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തായിരുന്നു. അങ്ങനെ കൊട്ടേഷ് സംഘത്തിന് പൈസ കൊടുത്തിട്ട് പറഞ്ഞു, അതെ രാത്രിയിൽ അവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറയണം. അവനെ വെല്ലുവിളിച്ചിട്ട് പോയവനാ, അവനെ വെറുതെ വിടല്. അപ്പൊ അയാളുടെ വിചാരം എന്താ, ഇന്ദ്രനാണ് സേതുമാധവൻ എന്ന് കരുതിയിട്ടായിരിക്കുന്നേ. സേതുമാധവൻ വേറെ ആളാണെന്നൊന്നും അയ്യൊക്കൊട്ട് അറിയത്തുമില്ല. തന്നെ വന്ന് വെല്ലുവിളിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ വേണു ആരാന്ന് കാണിച്ചു കൊടുക്കണം. പഴയതുപോലെയുള്ള ശൗര്യം കാര്യങ്ങളും അയാൾക്കില്ല. അയാൾക്ക് വെട്ടാനും കുത്താനും ഒന്നും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഗുണ്ടകളെയൊക്കെ ഏൽപ്പിക്കുകയും തന്നെ. ആ സമയം ഭയങ്കര സന്തോഷത്തിലായിരുന്നു സേതുവും പല്ലവിയും ലക്ഷ്മിയമ്മയൊക്കെ. ലക്ഷ്മിയമ്മ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരിങ്ങനെ രാത്രി ആഹാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കറണ്ട് കട്ടായി. ഇതെന്താ ഈ സമയത്ത് പവർ കട്ട് വല്ലതുണ്ടോ, അതോ ഇനി എന്താണെന്ന് അറിയത്തില്ലല്ലോ. സേതു പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇവിടെ ഇരിക്കുക, ഞാൻ എമർജൻസി ലാമ്പ് എടുത്തോണ്ട് വരാന്നൊക്കെ പറയണം. അപ്പോഴേക്കുമാണ് കഥവും തള്ളി തുറന്ന് 3-4 പേർ അങ്ങോട്ടേക്ക് വരുന്നേ. കാരണം കറണ്ട് പോകുന്ന സമയത്ത് ലക്ഷ്മിയമ്മയുടെ മടിയിൽ കിടക്കുമായിരുന്നു സേതു. അവരിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. കറണ്ട് പോയപ്പോഴാണ് സേതു ചാടി എഴുന്നേറ്റെ. അങ്ങനെ അവരങ്ങോട്ട് കയറി വന്നു. ഇരുട്ടായതുകൊണ്ട് ആർക്കും എന്താ സംഭവിച്ചെന്ന് പോലും മനസ്സിലായില്ല. ആ സമയത്ത് അവരെന്ത് ചെയ്തു, സേതുവിനെ അടിക്കുകയൊക്കെ ചെയ്യണം. പല്ലവിയും ലക്ഷ്മിയമ്മ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എന്ത് ചെയ്യണമെന്ന് പോലും അവർക്കറിയത്തില്ല. അവരൊക്കെ അലറി വിളിച്ചു. ആ സമയത്ത് സേതുവിനെ അവിടെ ഇട്ട് ഇടിക്കുകയാണ്. സേതുവും തിരിച്ചു കൊടുക്കാൻ ശ്രമിച്ചു. പറ്റുന്ന പോലെയൊക്കെ തന്നെ സേതു നന്നായിട്ട് പ്രതിരോധിച്ചു. ഒടുവില് സേതുവിനെ ഒരുത്തൻ ഇങ്ങനെ വെട്ടുവാണ്. സേതു തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന്റെ കൈക്കൊക്കെ ആ വെട്ടുകൊണ്ടു. ആ സമയത്ത് പല്ലവിക്കൊക്കെ ആണെങ്കിൽ വല്ലാത്ത ടെൻഷനായിപ്പോയി. പല്ലവിയൊക്കെ അലറി വിളിച്ചോണ്ട് ഓടി ചെല്ലുവാണ് അങ്ങോട്ട്. എങ്ങനെ അവന്മാരെ അവിടെ തുരുത്തണമെന്നോ. പക്ഷെ അങ്ങനെ അങ്ങോട്ട് വീണു കൊടുക്കാനായിട്ട് സേതു തയ്യാറായില്ല. അവന്മാരെയൊക്കെ ഇടിച്ച് നിരപ്പായി കഴിഞ്ഞാൽ ഒടുവില് അവന്മാർ ജീവനും കൊണ്ട് ഓടുവാണ്. പിന്നീടാണ് ലക്ഷ്മിയമ്മയ്ക്കും സേതുവിനൊക്കെ മനസ്സിലായത് കറണ്ട് ഓഫ് ചെയ്താന്നുള്ള കാര്യം. അതറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അവർക്ക് മനസ്സിലായി ഇത് മനഃപൂർവ്വം പണി തന്നെന്നുള്ള കാര്യം. അപ്പോഴേക്കും ലക്ഷ്മിയമ്മയുടെ മനസ്സിലേക്ക് വന്ന വേണുവിന്റെ മുഖമാണ്. കാരണം അയാൾ വെല്ലുവിളിച്ചിട്ട് പോയതാ. അയാൾ ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ. തന്റെ മകനെ ഇല്ലാതാക്കാനായിട്ട് വേണുവേട്ടൻ കൊട്ടേഷ സംഘത്തിന് അയച്ചാന്ന് മനസ്സിലായി. പിന്നീട് വേണുവിനെ
ആ ഗുണ്ടകൾ പോയി വിളിക്കുന്നുണ്ട്. വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയാണ്. അതെ, അവനിട്ട് നല്ല പണി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ സാറ് പേടിക്കണ്ടെന്ന് പറഞ്ഞു. വേണുവിന് അത് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. വേണു പിന്നീട് വിളിക്കുവാണ്. അപ്പൊ വേണുവിന്റെ വിചാരം താൻ സേതുമാധവനെ വിളിക്കണം ഓർത്തുകൊണ്ട് കോള് ചെല്ലുന്ന ഇന്ദ്രന്റെ ഫോണിലേക്കാണ്. ഇന്ദ്രന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ ആരാ നിനക്ക് മനസ്സിലായി കാണുമല്ലോ. രാത്രി നിന്റെ വീട്ടിൽ കയറി അതിക്രമം കാണിച്ച എന്റെ ആൾക്കാരാടാ എന്ന് പറഞ്ഞു. ഇന്ദ്രന് മനസ്സിലായി സേതുവിനായിട്ട് നല്ല പണി കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം. കാരണം താൻ വെച്ച കെണിയില് സേതു വീണ് കഴിഞ്ഞു. നീ എന്തൊക്കെയാ വിചാരിച്ചോണ്ടിരുന്നത്? ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായില്ലേ? ഇപ്പൊ നിനക്ക് മനസ്സിലായല്ലോ ഞാൻ ആരാ എന്താന്ന്. ഇനി കളിച്ചിട്ടുണ്ട് ഇതൊന്നും അല്ല നിനക്കിട്ട് കിട്ടാൻ പോന്നേ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ പറഞ്ഞു. ഇന്ദ്രൻ കോള് കട്ട് ചെയ്തു. ഓഹോ, അപ്പൊ അവനിട്ട് പണി കിട്ടി. പക്ഷെ അതെങ്ങനെ അറിയാൻ സാധിക്കും? ഒരുപക്ഷെ നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ടോ എങ്ങനെയാണെന്ന് അറിയത്തുണ്ടായിരുന്നില്ല. ആ സമയത്ത് സേതുവിനെ കൊണ്ട് പലുവേ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. സേതുവിന്റെ കൈക്കൊക്കെ മുറിവ് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം വെച്ച് കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവന്ന് രാത്രിക്ക് തന്നെ ലക്ഷ്മിയമ്മ കരച്ചിലോട് കരച്ചിലാണ്. താൻ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. താൻ സേതുവിന്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ അവനൊരു പോറൽ പോലും സംഭവിക്കില്ലായിരുന്നു. ലക്ഷ്മിയമ്മ കരഞ്ഞു കഴിഞ്ഞപ്പോൾ സേതു ആശ്വസിപ്പിച്ചു. സാരമില്ലമ്മേ, ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എനിക്ക് സങ്കടമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ലക്ഷ്മിയമ്മയ്ക്ക് അത് സഹിക്കാനും പറ്റുന്ന കാര്യമായിരുന്നില്ല. പിന്നീടാണ് പല്ലവി വിളിച്ച പൊന്നുമടത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറയണേ. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമയ്ക്ക് സഹിച്ചില്ല. പിറ്റേ ദിവസം രാവിലെ അവർ ഈ കാര്യങ്ങളൊക്കെ അറിയണേ. എല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണിമ പറഞ്ഞു, എനിക്ക് എന്റെ മകനെ കാണണം. എനിക്ക് എന്റെ മകനെ കാണാതെ പറ്റില്ല എന്ന് പറഞ്ഞു. പൂർണ്ണിമ അങ്ങോട്ട് അങ്ങനെ പോകാനായിട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേനും പ്രതാപനും ഇന്ദ്രനും പറഞ്ഞു, അല്ല ഇതെങ്ങോട്ടാ പോണേന്ന് ചോദിക്കണ. ആ സമയം പൂർണ്ണിമ പറഞ്ഞു, എനിക്ക് എന്റെ മകനെ കാണണം. പ്രതാപൻ പറഞ്ഞു, ചേച്ചി അങ്ങോട്ട് പോയാൽ എങ്ങനെയാ ശരിയാവുന്നേ? അതെന്താ? അത് പിന്നെ ആ വേണുയില്ലേ, അയാൾ മഹാപ്രശ്നക്കാരനാ. അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രശ്നമായിട്ട് മാറും. ഒരു കാരണവശാലും അങ്ങനെയൊന്നും ചെയ്തുകൂടാ. ചേച്ചി പോയിട്ടുണ്ടെങ്കിൽ ചേച്ചിയും കൂടെ അവരുടെ എതിരാളികളാവെന്ന് പറയണം. അത് കേട്ടതും പൂർണ്ണിമ പറഞ്ഞു, എനിക്കൊരു വേണുവിനെയും പേടിയില്ല. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ കാണണം. എനിക്ക് കണ്ടേ മതിയാവുള്ളൂ. ഞാൻ എന്താണെങ്കിലും എന്റെ മോനെ കാണും. നിങ്ങൾ ആരൊക്കെ തടഞ്ഞാലും എനിക്ക് എന്റെ മോനെ കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ പൂർണ്ണിമ പോയിന്റ് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും അച്ചുവും ശ്രീഹരിയും പറഞ്ഞു, അന്നെങ്കിൽ ഞങ്ങളും കൂടെ വരാമെന്ന് പറയണം. അങ്ങനെ അവരും കൂടെ പോവാണ്. ആ സമയം ഇന്ദ്രൻ പ്രതാപനോട് പറഞ്ഞു, എങ്ങനെയുണ്ട്? എന്റെ പണി ഏറ്റിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ട പ്രതാപൻ ചോദിച്ചു, പണിയോ? അതെ, ഞാൻ പറഞ്ഞില്ല ഞാൻ ആ സേതുവിനിട്ട് പണി കൊടുക്കുമെന്ന്. അവനിട്ട് പണി കിട്ടിക്കഴിഞ്ഞു. പണി കൊടുത്തതോ ആ ലക്ഷ്മിയുടെ ഇപ്പോഴത്തെ ഭർത്താവും. എന്നോട് കളിച്ച എങ്ങനെയിരിക്കുമെന്ന് അവനിപ്പം മനസ്സിലായി കാണുമെന്ന് പറയണം. അങ്ങനെ പൂർണിമ സേതുവിനെ കാണാൻ വേണ്ടി പോവാ. പക്ഷെ അവിടെ ലക്ഷ്മിയുണ്ട്. ഇനിയിപ്പോ കാണാൻ പോകുന്ന ലക്ഷ്മിയും പൂർണിമയും നേർക്ക് നേരാണ്. എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. പൂർണിമയ്ക്ക് ലക്ഷ്മി ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ലക്ഷ്മിക്ക് അങ്ങനെയല്ല. പൂർണിമയോട് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല. കാരണം തന്റെ മാധവേണ്ണും പൂർണിമയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അപ്പൊ ഇഷ്ടത്തിലായവര് തമ്മിൽ ഒന്നിച്ച് ജീവിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് മാറിക്കൊടുത്തത് പോലും. കുറ്റം പറയാൻ പറ്റില്ലല്ലോ. അവര് ഒന്നിച്ച് ജീവിക്കട്ടെ, താനങ്ങ് മാറിക്കൊടുക്കാൻ, താൻ കാരണം അവർക്കൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തു തന്നെ. അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്ന നാളെ. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.